ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിന്റെ ഒരു ഫുൾ വിശേഷം കേട്ട് നോക്കിയാലോ? ഇന്നലെ നമ്മൾ പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. അപ്പം നമുക്ക് ആ വിശേഷമൊക്കെ ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പ് ഒന്ന് അടിക്കാനും മറക്കരുതേ. പുതുതായിട്ട് വരുന്നവരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെച്ചോളൂ. അങ്ങനെ നമ്മുടെ ശിവന്റെ, അതായത് കമലയുടെയും അവർക്ക് രണ്ടുപേർക്കും തൻ്റെ മകൻ ഹരി ഇത്രയും നാളായിട്ട് അവന് മാത്രം ജാമ്യം കിട്ടിയില്ല. ഒരച്ഛൻ അമ്മ എന്ന രീതിയിൽ അവരെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയാണ്. തൻ്റെ മകൻ ചെയ്ത തെറ്റിന് അവര് തെറ്റല്ല എന്നല്ല, പക്ഷെ എങ്കിലും ബാക്കി 3 പേര് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഹരിക്ക് മാത്രം ജാമ്യം കിട്ടിയില്ല. ശിവശങ്കരൻ മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടിയതാണ്. അങ്ങനെയാണ് നമ്മുടെ അവരുടെ ഒരു കസിൻ പ്രകാശ് എന്ന് പേരുള്ള ആള് അവരെ കാണാനായിട്ട് ശിവശങ്കറിന്റെ അടുത്തും കമലയുടെ അടുത്തുമായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഇതില് അവരുടെ വേറൊരു കസിൻ, ഇയാളുടെ ചേട്ടനാണ് ഈ മറ്റേ സുഭാഷ് എന്ന പേരുള്ള ആള്. പുള്ളി ഇത്തിരി പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിലൊക്കെ പിടിപാടുള്ള ആളാണ്. അങ്ങനെ നമ്മുടെ ഈ പ്രകാശ് വന്ന് നമ്മുടെ ഹരിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ശിവശങ്കരനും കമലും തറപ്പിച്ച് പറയുന്നുണ്ട്, ഈ പോക്സോ കേസിൽ നിന്നും ഹരിയെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ജാമ്യം കിട്ടും. അതവൻ ചെയ്തിട്ടില്ല എന്ന് ഓരോ പ്രാവശ്യം ജയിലിൽ ചെല്ലുമ്പോഴും പറയുന്നുണ്ട്. ഈ തെറ്റ്, ഇത്രയും വലിയ തെറ്റ് ഞാൻ ചെയ്തു വെച്ചാൽ, പക്ഷെ ഞാൻ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ ഉള്ള ആ പോക്സോ കേസ് ഞാൻ ചെയ്തിട്ടില്ല. അത് അവര് കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ്, പോലീസുകാരും ഇവരൊക്കെ ചേർന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് എന്നുള്ളതൊക്കെ പറയണം. അപ്പൊ അതുകൊണ്ടാണ്, അങ്ങനെ ഒരു കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഹരിക്ക് ജാമ്യം കിട്ടും. അപ്പം പ്രകാശ് കാര്യങ്ങളെല്ലാം കമലയും അതുപോലെ തന്നെ നമ്മുടെ ശിവശങ്കരനുമായിട്ടൊക്കെ എല്ലാം സംസാരിച്ച് ഡീൽ ചെയ്യാണ്. എന്നിട്ട് പറഞ്ഞു, പ്രകാശ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ പ്രഭാകരനുമായിട്ട് ഞാനൊന്ന് ആദ്യം ഇന്ന് എന്നെ സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന രീതിയിൽ ഒരു കോംപ്രമൈസ് പോലെ എന്തെങ്കിലും വിട്ടുവീഴ്ചകളൊക്കെ, അതായത് ഇവര് ശിവശങ്കരന്റെ ഭാഗത്തു നിന്നും അവരുടെ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാം എന്നുള്ള വാഗ്ദാനമൊക്കെ ഞാൻ കൊടുക്കാം എന്ന രീതിയിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് പ്രകാശ് ഡീൽ ചെയ്യണം. എന്നിട്ട് പിന്നെ പ്രകാശ് സുഭാഷേട്ടൻ പ്രത്യേകം പറഞ്ഞു, ഇലക്ഷനൊക്കെ വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ചെലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണമെന്നുള്ള രീതിയിൽ ശിവശങ്കരൻ്റെ അടുത്തും കമലയുടെ അടുത്തും പറയാം. അപ്പൊ നമ്മുടെ ശിവശങ്കരൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ സുഭാഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം പ്രകാശ, അതിലൊന്നും നിങ്ങളെ വിഷമിക്കണ്ട എന്നൊക്കെ ശിവശങ്കരൻ പറയണ. പൈസ അവർക്ക് വിഷയമല്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്രകാശ് നമ്മുടെ പ്രഭാകരനെ വിളിക്കുകയാണ്, ശരണ്യയുടെ അച്ഛനെ. അങ്ങനെ വിളിച്ചിട്ട് അവരൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യണം. അപ്പം പ്രകാശ് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആ സമയത്ത് നമ്മുടെ പ്രഭാകരൻ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പം പ്രഭാകരനും വന്ന് പാട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ കാണണമെന്ന് സാറ് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രകാശ് പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ മകളുടെ കേസുമായിട്ട് സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അല്ല, അപ്പോൾ പ്രഭാകരൻ പറഞ്ഞു, അല്ല സാറേ, അത് കേസിന്റെ അന്വേഷണമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നതല്ലേ ഉള്ളൂ, അതിലെന്താ പ്രത്യേകതയെന്ന് ചോദിച്ചു. അതെ, ഈ ഹരി എന്ന് പറയുന്ന ആളുടെ മുഖ്യപ്രതിയായ ഹരിയുടെ ഫാമിലി അത്യാവശ്യം പൊളിറ്റിക്കൽ ലെവലിലും SP ആയിട്ടൊക്കെ ഒരുപാട് പിടിപാടുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ പോക്സോ കേസ് എന്ന് പറയുന്നത് ശരിക്കും നടന്ന സംഭവം തന്നെയാണോ എന്ന് പ്രകാശ് ചോദിക്കുകയാണ്. കാരണം അതല്ല, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളെ മകള് കേസിൽ കോടതിയിൽ പറയാൻ പോകുന്നത്, എന്നെ പോക്സോ കേസിലും അതായത് പ്രായപൂർത്തിയാവുന്നതിന് മുന്നേയും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രഭാകര, ഈ എതിർകക്ഷി എന്ന് പറയുന്ന ആ പയ്യന്റെ ഫാമിലി ഫിനാൻഷ്യലി വളരെ അപ്പായിട്ടുള്ള ആളും കൂടെയാണ്. അവർ ഏത് രീതിയിലും പോകും ഇത് സത്യമാണോ എന്ന് തെളിയിക്കാൻ. ആ പയ്യൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. ഇപ്പൊ അവൻ നിരപരാധിയാണെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, പക്ഷെ ഈ ഒരു കേസ് നിങ്ങൾ പറയുമ്പോൾ ഒന്നാമത് നിങ്ങളുടെ മകൾ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ മകന് വേണ്ടിയിട്ട് മുടി മാറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഇവിടെയും ഇത് സത്യമല്ലെന്ന് അവര് തെളിയിച്ചു കൊണ്ടുവന്നാൽ, ഹരിയുടെ വീട്ടുകാരെ തെളിയിച്ചു കൊണ്ടുവന്നാൽ നിങ്ങളുടെ മോക്ക് ഒരു ലേബൽ വീഴും. കാരണം എന്ന് വെച്ചാൽ ഒരു നിലപാടില്ലാത്ത, അതായത്
ഇത് എന്താ പറയണെ നമ്മളിപ്പോ അതായത് ഇല്ലാത്ത കേസ് വരുത്തി തീർത്തു. അപ്പൊ പിന്നെ ആ പറയുന്ന പെൺകുട്ടിയില് ഒരു കോടതിക്ക് ഒരു ഇതുണ്ടാവത്തില്ല. ഇല്ലാത്ത കാര്യമല്ലേ പറയുന്നത്. അപ്പൊ അയാള് നമ്മുടെ പ്രഭാകരൻ പറഞ്ഞു, സാറേ ഇത് യഥാർത്ഥത്തില് ഞങ്ങളായിട്ട് എഴുതി ചേർത്തതല്ല, പോലീസുകാരും മറ്റ് രാഷ്ട്രീയക്കാരും കൂടെ ചേർന്ന് എഴുതി ചേർത്തതാണെന്ന് ഈ പ്രകാശന്റെ അടുത്ത് പറയണം. അപ്പം പ്രകാശൻ പറഞ്ഞു, എഴുതി ചേർക്കാനൊക്കെ അവരുണ്ടാകും. ഇതിന്റെ ആ സത്യാവസ്ഥ ഈ പെൺകുട്ടി കോടതിയിൽ പറയുമ്പോൾ, അതായത് നമ്മളൊരു കേസ് ഇപ്പം പോക്സോ കേസ് ആയിക്കോട്ടെ, അതിൻ്റെതായ സോളിഡ് എവിഡൻസ് വേണം. ഇതെവിടെ വെച്ച് നടന്നു, എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു എന്നൊക്കെ. ഈ മൊഴിയുടെ വിശ്വാസ്യതയെ അത് ബാധിക്കും. നിലപാടിൽ ഒരു മാറ്റം വരരുത്, വസ്തുനിഷ്ഠപരമായിരിക്കണം, സത്യസന്ധത ഉണ്ടായിരിക്കണം, നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്നൊക്കെ പ്രകാശൻ ഈ പ്രഭാകരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അതിനായിട്ട് ഇപ്പം ഞാൻ എന്താ സാറേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഈ പ്രകാശ് പറഞ്ഞു കൊടുക്കും, അതിനായിട്ട് വേറൊന്നും നിങ്ങൾ ചെയ്യാനില്ല, ഇത് സത്യസന്ധമാണോ എന്നുള്ളത് ഈ പെൺകുട്ടിയോട് ഒന്ന് ചോദിക്കണം. അപ്പോൾ പ്രഭാകരൻ പറഞ്ഞു, ഒരു മകൾ എന്ന രീതിയിൽ ഞാനൊരു അച്ഛനാണ്, ഞാൻ എങ്ങനെയാണ് സാറേ ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ? നിങ്ങൾ ചോദിക്കേണ്ട, നിങ്ങളുടെ ഭാര്യ, ആ കുട്ടിയുടെ അമ്മ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്നുള്ളത്. കാര്യം കോടതിയിൽ ചെന്നിട്ട് പിന്നെ ഇത് നടന്നിട്ടില്ല, അല്ലെങ്കിൽ അത് അവർ തെളിയിച്ചുകൊണ്ട് വന്നാൽ അത് ഈ പെൺകുട്ടിയെ നന്നായിട്ട് ബാധിക്കും. പിന്നെ ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യത്തിനും കോടതി വാല്യൂ കൊടുക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ പ്രഭാകരന് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പ്രഭാകരന് അറിയാം. എങ്കിലും ഇനിയിപ്പോൾ അത് ഇവരൊക്കെ തെളിയിച്ച് കൊണ്ടുവന്നാൽ അത് പണിയാവും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തന്നെ തലയിൽ വീഴുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് മെയിൻ ചെയ്ത തെറ്റ് അവൻ തെറ്റുകാരൻ തന്നെയാണ്. അത് നിങ്ങൾ ഉറച്ചു നിൽക്കുക. പക്ഷെ പോക്സോ കേസിൽ അവൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് തന്നെ നിങ്ങൾ പറയണം. അപ്പോൾ പറഞ്ഞു, ഇതിനായിട്ട് ഇനി ചെയ്യാൻ വേറൊന്നുമില്ല, ആ മുഖ്യപ്രതിയായ ഹരിശങ്കറിന്റെ അച്ഛനും അമ്മയായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കണം. അപ്പോൾ പ്രഭാകരന്റെ മുഖം ഒന്ന് മാറി കേട്ടോ. എന്നിട്ട് പ്രഭാകരൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇച്ചിരി മുഷിഞ്ഞാൻ വെച്ചത് സാറേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പ്രഭാകരൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ കേസിൽ നിങ്ങൾക്ക് എന്താ ഇതെന്ന് പ്രകാശനോട് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അതെ വേറൊന്നുമല്ല, SP ഓഫീസിലൊക്കെ ഇവർ ചെന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ഈ ഹരിയുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ. അവർക്ക് നല്ല നിലപാടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ, അതായത് ഇത് നമ്മുടെ പ്രകാശൻ ഈ KSPയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ്. അപ്പൊ PK കൈമൾ സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നേന്ന് പ്രഭാകരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പാർട്ടിപരമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ ഇടപെട്ടത്. ഇനി പ്രഭാകരൻ ചെയ്യേണ്ടത്, ഞങ്ങൾ ഇപ്പോൾ മറ്റേ ഹരിയുടെ അച്ഛനോ ആയിട്ട് നിങ്ങൾക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരാം. നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക, അവർ വേണ്ടുന്ന എന്ത് സഹായവും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തരിക. അപ്പോൾ നമ്മുടെ പ്രഭാകരൻ പറഞ്ഞു, ഓഹോ എൻ്റെ മോളുടെ മാനത്തിന് വില പറയണയാണോ? അപ്പം പ്രകാശൻ പറഞ്ഞു, നിങ്ങൾ ആ രീതിയിലൊന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ മകളുടെ ഭാവി, ഇപ്പം അവൾ ചെന്ന് കോടതിയിൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അത് ഭാവിയിൽ അതിനേക്കാൾ ഏറെ ദോഷമാണ് വരാൻ പോണത്. അതുകൊണ്ട് നിങ്ങളിത് വളരെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങൾ മുഷിഞ്ഞു എന്നുള്ളതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ശിവശങ്കരനുമായിട്ട് അവർ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു മീറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ പ്രഭാകരനോട് പറയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനാണ്. അലീന ഒരു ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അച്ഛൻ ഇന്ന് ഞാൻ ആ പ്രിൻസിപ്പൽ അച്ഛനെ കാണാൻ പോകുന്നുണ്ട്, അപ്പോൾ എന്താകും എന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ധൈര്യമുണ്ട്, ഞാൻ പോവാ അച്ഛാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ അതിൻ്റെ ആവശ്യമുണ്ടോടി, ഞാൻ അവിടെ പോയി കോളേജിൽ അവരുടെ ഇതായിട്ടൊക്കെ സംസാരിച്ചതാണ്, അവരൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അത് സാരമില്ല, അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ നമ്മളെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അച്ഛനൊരു മനസ്സലിവ് വന്നാലോ അച്ഛാ, എന്തായാലും ഞാൻ പോകുന്നുണ്ട്, നമ്മുടെ രോഹിത്തും കൂടെ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അവനും വരുന്നുണ്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അത് ഞാനും അവനും കൂടെ പോകണമെന്ന് പറയുന്നുണ്ട്. ശരി ആയിക്കോട്ടെ മോളെ, എന്തായാലും ഞാൻ റെഡി ആയിട്ട് നിൽക്കാം, അവനും കൂടെ വന്നാൽ ഇപ്പം തന്നെ ഇറങ്ങും അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ അലീന വീട്ടിലെ പണിയൊക്കെ എല്ലാം ഒതുക്കി റെഡിയാക്കി നിൽക്കുകയാണ്. എന്നിട്ട് എനിക്ക് ഹരി എന്ന പേര് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് റെഡിയായി താഴെ വന്നു. അപ്പോൾ ബാലചന്ദ്രൻ അന്നേരം അലീന ബാഗ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോവാണ്. അപ്പോൾ രോഹിത്തിനോട് ബാലചന്ദ്രൻ പറഞ്ഞു, മോനെ നീ അവള് നിനക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ പോരാടാനായിട്ടാണ് പോകുന്നത്, അതിനേക്കാൾ 100 ഇരട്ടി ബലം നിന്റെ മനസ്സിനുണ്ടാകണം, മനസ്സിലായോ? നീ ഒരാളുടെ മുന്നിൽ
മുന്നിലും നീ തല കുനിക്കണ്ട. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരച്ഛൻ എന്ന രീതിയിൽ ബാലചന്ദ്രൻ എത്രത്തോളം കോൺഫിഡന്റ് നമ്മുടെ രോഹിത്തിന് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. ആദ്യമൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടും നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടും പലരിൽ നിന്നും ഒരു മുഷിപ്പ് നിനക്കുണ്ടാകും. പക്ഷെ നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയണ. അങ്ങനെ രോഹിത്ത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അലീനയുടെ ആ ഒരു ആത്മധൈര്യം കണ്ടുകൊണ്ട് തന്നെ രോഹിത്ത് അലീനയുടെ ഒപ്പം ഇറങ്ങുകയാണ്. അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാ പോണേ? അച്ഛൻ ഞങ്ങൾ ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പോകുമെന്ന് അലീന പറയുന്നുണ്ട്. നിന്റെ ബൈക്ക് എടുത്തോടാന്ന് രോഹിത്തിനോട് പറഞ്ഞപ്പോൾ രോഹിത്ത് പറഞ്ഞു അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായച്ച, അതുകൊണ്ട് ഇനിയിപ്പം വഴിക്ക് വെച്ച് എങ്ങനെ പണി കിട്ടിയാ പിന്നെ പ്രശ്നമാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടന്ന് പോവാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ബാലചന്ദ്രൻ മനസ്സുകൊണ്ട് എൻ്റെ മോന് നല്ലൊരു ജീവിതം കിട്ടട്ടെ, അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന അലീന, ആ ഒരു മനസ്സിനെ കുറിച്ചൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ അവർ കോളേജിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മനുവിനെയും രഞ്ജുവിനെയാണ്. മനുവിൻ്റെ പെങ്ങളുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഹോസ്റ്റലിൽ നിന്ന് വരികയാണ്. അപ്പം നമ്മുടെ കമല വീട്ടിൽ തന്നെ ഇങ്ങനെ എന്താ ഫോണിൽ ആരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വന്നിറങ്ങുന്നുണ്ട്. അപ്പം കാരണം കുറച്ച് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് രഞ്ജു വന്നതാണ്. അങ്ങനെ മനു ചെന്ന് വിളിച്ച് പിക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് കമലയുടെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല. അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്കൊരു സന്തോഷമൊന്നും ഇല്ലാതെ, ഞാൻ വന്നിട്ടൊന്നും ഹഗ് പോലും ചെയ്യുന്നില്ലല്ലോ, എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നില്ല. അപ്പം മനു പറയുന്നുണ്ട്, മനുവിന് എപ്പോഴും കമല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഒരു എരിക്കലുണ്ട്, അതൊരു സ്നേഹ കൂടുതലും കൊണ്ടാണ്. അതെ, ഞാനും നീയൊക്കെ 2-3 സ്ഥാനമേ ഉള്ളൂ, എപ്പോഴും പ്രിഫറൻസും സ്ഥാനം കൂടുതലും നമ്മുടെ ഹരിക്കല്ലേ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമലയ്ക്ക് ദേഷ്യം വന്നിട്ടോ. പിന്നെ അവർ ലഗേജൊക്കെ ഇട്ട് ലഗേജൊക്കെ എടുത്തുകൊണ്ട് നേരെ അകത്ത് പോകണു. രഞ്ജുവിന് ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട്, അമ്മയുടെ മുഖം എപ്പോഴും ഇങ്ങനെയാണല്ലോ, എൻ്റെ വിശേഷങ്ങളൊക്കെ അമ്മ ഒന്ന് തിരക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ വിശേഷങ്ങൾ ഞാൻ എന്നും നിന്നെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നതല്ലേ രഞ്ജു, പിന്നെ എന്താണ്, എനിക്ക് ഹരിയുടെ കാര്യം ഓർത്തിട്ട് ഒന്നിനും പറ്റുന്നില്ല, അമ്മ എന്തെങ്കിലും കഴിക്കുമെന്ന് രഞ്ജു പറയുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട. അപ്പോഴേക്കും മനുവും വരുന്നുണ്ട്, അമ്മ എന്തൊന്നും കഴിക്കാതെ, എനിക്കെങ്ങനെ ഇറങ്ങിപ്പോവാനാ, ഒരെണ്ണം അവിടെ ജയിലിൽ കിടക്കാം, എത്രയോ ദിവസങ്ങളായി, മനുഷ്യൻ്റെ ഉറക്കമില്ല, വിശപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹരി പറഞ്ഞു, ഇതാണ് അമ്മയുടെ കുഴപ്പം, അമ്മ അവൻ്റെ കാര്യത്തിൽ അമ്മ അധികം ടെൻഷൻ അടിക്കണ്ട, അച്ഛൻ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് അങ്ങനെ പറയാം, ഞാൻ നിന്നെ പോലെ തന്നെ എനിക്ക് അവനും, എനിക്ക് അങ്ങനെ മക്കളിൽ വേർതിരിവൊന്നുമില്ല. അപ്പൊ രഞ്ജു പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കമലേനെ പറഞ്ഞ് എരിയിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും നമ്മളെ കമല പറയുന്നുണ്ട്, നിനക്കെപ്പോഴും നിന്റെ അനുജന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ലല്ലോ എന്ന് പറയും. അപ്പൊ രഞ്ജു പറയാം, അമ്മ അത് പറയണ്ട, ഏട്ടനുള്ളത് കൊണ്ട്, അതായത് മനു ഉള്ളത് കൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിലൊക്കെ പിടിച്ച് ഈ കോളേജിൽ ഇങ്ങനെ പോയത്. അമ്മ എപ്പോഴെങ്കിലും എനിക്ക് അവിടെ എങ്ങനെയുണ്ട്, ഹരിയേട്ടൻ ചെയ്തോ ഈ ഒരു കൊള്ളരുതായ്മ, ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് അമ്മയ്ക്ക് അറിയോ, നീ വിളിക്കുമ്പോഴൊന്നും പറയാറില്ലല്ലോടി മോളെ എന്ന് കമല പറയുന്നുണ്ട്. അമ്മ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ, നിനക്ക് അവിടെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നെങ്കിലും അമ്മ ചോദിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് മനുവേട്ടൻ വിളിക്കുമ്പോഴത്തേക്ക് മനുവേട്ടനാണ് അതിന് വേണ്ടുന്ന പ്രചോദനങ്ങളൊക്കെ തന്നത്, അതുകൊണ്ട് മാത്രം ആ ഒരു ബലമാണ് എന്നെ അവിടെ നിർത്തിയത് എന്നൊക്കെ ഇങ്ങനെ രഞ്ജു പറഞ്ഞു. ഫ്രണ്ട്സിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ നോട്ടവും അവരുടെ കുത്തുവാക്കുകളൊക്കെ ഞാൻ കുറേ കേട്ടതാ, എങ്കിലും പിടിച്ചു നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമല പറഞ്ഞു, അപ്പൊ ഹരിയുടെ കാര്യത്തിലെ മനുവിന് ശ്രദ്ധ കുറവുള്ളൂ, നിന്റെ കാര്യത്തിലെങ്കിലും ശ്രദ്ധയുണ്ടല്ലോ, ഞാൻ പ്രസവിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമെങ്കിലും നിന്നെ കൊണ്ടുണ്ടായല്ലോ മനു എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം, ഹരിയുടെ കാര്യത്തിൽ നീ ഒരു തിരിഞ്ഞു നോട്ടം പോലും ഇല്ല, നിനക്ക് ദേ ആ കിടക്കണ അടുക്കള ജോലിക്കാരിയുടെ കാര്യമില്ലേ ഉള്ളൂ, അവിടെ എങ്ങനെ ഇവിടെ വിളിച്ച് കയറ്റി കൊണ്ടുവരണം എന്നൊക്കെയല്ലേ നിനക്ക് ചിന്തയുള്ളൂ എന്ന് പറയുന്ന ഒരു സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോൾ വരാൻ പോകുന്ന സീൻ എന്ന് പറയുന്നത്, നാളെ നമ്മുടെ അലീന പ്രിൻസിപ്പൽ അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും അതിന് വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അവർ ആലോചിച്ച് ഒരു തീരുമാനം ചിലപ്പോൾ പറയുമായിരിക്കും. എന്തായാലും അലീനയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട് എന്ന രീതിയിലാണ് അലീന ബാലേന്ദ്രനോട് തിരിച്ചു വന്ന ശേഷം പറയുന്നത്. പിന്നെ പ്രഭാകരനും ശിവശങ്കരനുമായിട്ടുള്ള ഒരു മീറ്റിംഗ് വരുന്നുണ്ട്. കാരണം കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ പോക്സോ കേസിൽ നിന്നും ഹരിയെ ഒഴിവാക്കാനുള്ള ഒരു ഇതൊക്കെ സംസാരിച്ച് വരുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ഫുൾ എപ്പിസോഡ് വീഡിയോക്ക് ഒന്ന് കേൾക്കുക, അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പം നല്ലൊരു ശുഭദിനം പറഞ്ഞ് ഇന്ന് അടിപൊളി നല്ലൊരു സൺഡേ ആകട്ടെ. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.